ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് ഡേ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യണത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ആൻഡ് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളെ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ അവിടെ വേറെ തരത്തിലുള്ള വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അത് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഒരു എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. നിങ്ങൾക്ക് വേണിച്ചാൽ അവിടെയും എന്നെ ഫോളോ ചെയ്യാം എക്സ്ട്രാ മെസ്സേജസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് എന്ന് കാണാം. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പറായാൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് വേഗം ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ബോണസ് റീഡിങ്സ് ഉണ്ട്, അത് ഹയർ ലെവൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. പൈസീസിൻ്റെ ഓവറോൾ എനർജിയാണ് 3 of Swords. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 of Wands. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ മ്യൂച്വൽ സിറ്റുവേഷൻ ഹെർമിറ്റാണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് Ace of Swords. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിലാണ് 3 of Pentacles. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 5 of Pentacles. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് Ace of Cups. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനാണ് King of Wands. കുറച്ച് അങ്ങോട്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാർഡ്സൊക്കെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം? അപ്പോൾ പൈസീസ്, ഞാൻ ഇവിടെ കാണുന്നത് 3 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജിയിൽ ഹാർട്ട് ബ്രേക്ക് ആണ്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ഇതൊരു ബ്രേക്കപ്പ് ആയിരിക്കാം. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ കുറേ ഡിപ്രസ്ഡ് ആണ്, കുറേ സാഡ്നെസ് ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. 8 of Swords ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയും കൂടിയാണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷന് പുറത്തു വരാൻ പറ്റുന്നില്ല, ഈ പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല, ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, ഈ സിറ്റുവേഷന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ സിറ്റുവേഷനിൽ കുറേ ചാലഞ്ചസ് ഉണ്ടായതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നിരിക്കണേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ഇഷ്യൂസ് ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 of Wands ആണ്. അപ്പോൾ 6 of Wands ഒരു പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. ഈ പേഴ്സൺ കുറേ പോപ്പുലർ ആയിരിക്കാം. അവർ ഈ സമയത്ത് കുറേ ആൾക്കാർ അവരുടെ എനർജിയിൽ ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ 5 of Swords നെഗറ്റീവ് എനർജിയാണ്. ഇത് വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കണു, ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യണു. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കണം എന്നുണ്ടാവും. പക്ഷേ ഇവിടെ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കണു.
കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ട്. അതുകൊണ്ടും നിങ്ങളുടെ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സ്റ്റേജിൽ എത്തിയിരിക്കണു. എന്നുവെച്ചാൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ഹെർമിറ്റാണ്, വെർഗോ എനർജി. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹെർമിറ്റ് എനർജി? ചാരിയറ്റ്, 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ പോണത് ഒരു സിംഗിൾ എനർജിയിലേക്കാണ്, ഇൻഡിപെൻഡൻറ്റ് എനർജിയിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ ഈ സെപ്പറേഷനിൽ നിങ്ങൾ രണ്ടാളും നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഇത് നിങ്ങൾ റീകൺസൈൽ ചെയ്യാനും വഴിയുണ്ട്. അതല്ല വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ട് നിങ്ങൾ സിംഗിൾ ലൈഫ് ജീവിക്കണ എനർജിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ തൽക്കാലം നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടില്ല, ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആണ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടതെന്ന്, ഒരു ക്ലാരിറ്റി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജി പക്ഷേ നൈറ്റ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ കൺസിസ്റ്റൻ്റ് അല്ല, ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇതിൽ ഒരു മാരേജ് ഇൻവോൾവ് ആണ്. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതല്ല ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അതുകൊണ്ടും ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളത്. എന്നുവെച്ചാൽ ഇവിടെ മാരേജ് ഇൻവോൾവ് ആണ് വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ക്ലിയർ ആണ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിന് ആ ക്ലാരിറ്റി ഇല്ല. ഈ പേഴ്സൻ്റെ സൈഡിന് ജസ്റ്റിസ് ആണ്. അപ്പോൾ അഗൈൻ ഇതൊരു മാരേജിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സണാണ് മാരീഡ് വെച്ചാൽ അവർ ചിലപ്പോൾ അവർക്ക് അവരുടെ ഫാമിലീനെ വിടണം എന്നുണ്ടാവില്ല. അവരുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ഒരു നോൺ കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അവർക്ക് കുട്ടികളും ഉണ്ടാവാൻ വഴിയുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവർ മാരീഡ് ആണ് വെച്ചാൽ. ഓക്കെ, അതല്ല വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ. ആൻഡ് അതുകൊണ്ടാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഇതിൽ ഫ്യൂച്ചർ നിങ്ങൾ രണ്ടാളും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ റൂൾസൊക്കെ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി എന്താ പറയണമെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണമെന്നുണ്ട്, ഒരു ഫാമിലി വേണമെന്നുണ്ട്. പക്ഷേ അത് ഈ പേഴ്സൺ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ, അത് അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 5 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫീലിംഗ് ഉണ്ട് അത് ഇത് വർക്കൗട്ട് ചെയ്യില്ല. എന്നുവെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ മാതിരി കുറേ ഇഷ്യൂസ് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങൾക്ക് എവിടെയോ അറിയാം ഈ പേഴ്സൺ അവരുടെ വൈഫിൽ വെച്ചാൽ ഹസ്ബൻഡിനെ വിടില്ല. അപ്പോൾ ഇവിടെ ബെസ്റ്റ് വേ ഫോർവേഡ് എന്താ വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വാക്ക് അവേ ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിലൊരു ഫ്യൂച്ചർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടാവില്ല. അതുമാത്രമല്ല ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നും പ്രഷേഴ്സ് ഉണ്ടാവും മാരി ചെയ്യാൻ, കല്യാണം കഴിക്കാൻ. അപ്പോൾ ആ പ്രഷേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോൾഡായിട്ട് സ്റ്റെപ്പ് ഫാമിലിയുടെ അഗൻസ്റ്റ് പോകണം എന്നുണ്ടാവില്ല. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ ഓൾറെഡി അവർക്ക് അറിയാം ഇത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇതിലൊരു ഡിസപ്പോയിൻമെൻറ്റേ ഉള്ളൂന്ന്. അവർ ഓൾറെഡി ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അവർക്ക് ഇവിടെ ഒരു സപ്പോർട്ടില്ല എന്ന് മാതിരി ഫീൽ ചെയ്യണു. അവർക്കറിയാം നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം നിങ്ങൾ രണ്ടാളുടെയും. അപ്പോൾ പേജ് സോഡ്സ് ഉണ്ട് ഇവിടെ, നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ അവർക്ക് അറിയാം എന്തോ ഒരു ഡിസിഷൻ അവർക്കൊരു ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കേണ്ടി വരും എന്ന് അവർക്കറിയാം. ആ ഡിസിഷൻ എടുക്കാനാണ് അവർ ശ്രമിക്കണേ. എന്നുവെച്ചാൽ ഇവിടെ അത്ര സമയമില്ല അവർക്ക് എന്ന് അതും അവർക്കറിയാം. ഇപ്പോൾ ഓൾറെഡി ഈ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു മാതിരി പറഞ്ഞ ഒരു എൻഡായ മാതിരിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവർ വെരി സൂൺ ഒരു ഡിസിഷൻ എടുത്തില്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി
നഷ്ടപ്പെടും. പറഞ്ഞാൽ ഇവർക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അവർ വേഗം ഒരു ആക്ഷൻ എടുക്കാനാണ് ശ്രമിക്കണത്. നിങ്ങളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനായിരിക്കും അവരുടെ പ്ലാൻ ഉള്ളത് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്, ഒരു പുതിയ ലവ്. ഓക്കെ, പക്ഷേ ഈ പേഴ്സണും ശ്രമിക്കും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ. കിങ് ഓഫ് വോൺസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഏസ് ഓഫ് കപ്സ് ഉള്ളത്? അപ്പോൾ നിങ്ങൾ കുറേ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം ആൻഡ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം. ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസിന് വേണ്ടിയിട്ട്. അവരെ നിങ്ങളെ ഒരു ഡിവൈൻ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ ഇവിടെ ഒരു ലോങ് ടേം ഓഫർ തരാൻ പോകുന്നുണ്ട്. ഓക്കെ, അവരുടെ സൈഡിൽ നിന്ന് ഇവിടെ ഒരു ലോങ് ടേം ഓഫർ ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അപ്ലിക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഇവരുടെ സൈഡിൽ നിന്നും അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഔട്ട്കം ഇവിടെ മജിഷ്യനാണ്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ മാതിരി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മുമ്പോട്ട് പോയ ഫ്യൂച്ചറിൽ അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. 6 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രേക്ക് ഓഫ് ആണ് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷേ ഇവർ തരണ ഓഫറിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നുവെച്ചാൽ ഇവർ കമ്മിറ്റ്മെൻറ്റ് തരാണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾ കാണില്ല. ആൻഡ് ഇവിടെ ഞാനൊരു ഫിയറിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് കുറേ പേടിയുണ്ട്. അത് നിങ്ങൾ വാക്ക് അവേ ചെയ്യും, നിങ്ങൾ വേറെ ആ പേഴ്സൻ്റെ കൂടെ മൂവ് ഓൺ ചെയ്യും. ആ പേടി ഈ പേഴ്സണുണ്ട്. അപ്പോൾ ആ പേടിയുടെ കാരണമാണ് അവർ ഇങ്ങനെ ഓഫർ തരണത്. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രഷർ ഉണ്ടായതുകൊണ്ടാണ് അവർ ചിലപ്പോൾ ഈ ഓഫർ ഉണ്ടാവുക. പക്ഷേ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് അത് നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഓഫർ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ വേറെ മെസ്സേജസ് നമ്മൾക്ക് ഉള്ളത്? നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കാം. ഐ ഫീൽ യു ഇവൻ ദോ വി ആർ എ പാർട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫൊർഗിവ് മീ വൺ ഡേ. അപ്പോൾ ഈ പേഴ്സൺ ഒരു കുറച്ച് സാഡ് എനർജീസിലാണ് അവർ മാപ്പ് ചോദിക്കണു. ഐ നോ ഐ മെസ്ഡ് അപ്പ് എവറിത്തിങ്. ഐ വോണ്ട് ടു ഫീൽ ദാറ്റ് വേ അഗൈൻ. അപ്പോൾ പൈസീസ്, ഇതാണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ് ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, ആൻഡ് ലിയോ സൈൻ ഉണ്ട്. അപ്പോൾ ഇതാണ് സൈൻസ്. ആൻഡ് നിങ്ങൾക്കിത് റെസൊനേറ്റ് അയച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ അത്ര പേഴ്സണൽ റീഡിംഗ് സെഷൻസ് അവൈലബിൾ പറഞ്ഞാൽ ബാക്കിയില്ല. 2-3 സെഷൻസേ ഉള്ളൂ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ മാസത്തിൻ്റെ സെഷൻസ് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ക്ലോസ് ആവണ മുമ്പേ ബുക്ക് ചെയ്യാം. ഇപ്പോൾ 29th ആകുമ്പോഴേക്കും ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് പൈസീസിൻ്റെ ലൈഫിൽ. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക, പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഞാൻ തിരിച്ചൊരു വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.